പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പി അൻവർ നട്ടലുള്ള ഒരു സഖാവാണ് എന്ന് തെളിയിക്കപ്പെട്ടു. പിണറായി വിജയൻ്റെ ചില പൊളിറ്റിക്കൽ നെപ്പോട്ടിസം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫേവറിറ്റിസം ഇത് അദ്ദേഹം വളരെ ശക്തമായിട്ട് പുറത്തു പറഞ്ഞു. പി ശശിയെയും വെറുതെ വിട്ടില്ല, പിന്നെ DGPയും അങ്ങനെ വിട്ടില്ല. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ ചരിത്രത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഒരിക്കൽ നമ്മുടെ ശംഖുമുഖം കടപ്പുറത്ത് വെച്ച് പിണറായി വിജയൻ ഒരു പ്രസംഗിച്ചു. ആ പ്രസംഗം ഇതിങ്ങനെയായിരുന്നു. അതിൽ സംബന്ധിച്ചൊരാളാണ് കടലിൽ നിന്ന് ഒരു ബക്കറ്റിനകത്ത് വെള്ളം കോരി വെച്ചാൽ തിരയടിക്കത്തില്ല. ശരിയാ, വളരെ കറക്റ്റാണ് പറഞ്ഞത്. പാർട്ടിയോടൊപ്പം നിന്നാൽ മാത്രമേ തിരയുണ്ടാകൂ, നേതാവാകൂ എന്ന് VSനെ ചൂണ്ടിക്കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇന്ന് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞതുപോലെ പാർട്ടിയിൽ ന്യൂസിലൊക്കെ സ്ക്രോൾ ചെയ്ത് വരുന്നത് പോലെ അൻവർ പറഞ്ഞു, ലക്ഷക്കണക്കിന് സഹാക്കന്മാരുടെ ആഗ്രഹമായിരുന്നു ഇത് പറയാനുള്ളത്. എല്ലാവരും പേടിച്ചാണ് പറയാതിരിക്കുന്നത്. അവസാനം രാജാവിധ മുണ്ടില്ലാതെ വരുന്നേ എന്ന് പറഞ്ഞ ഇതുപോലെ അൻവർ അത് പറഞ്ഞിരിക്കുന്നു. ഇനിയും ബെന്നി കോട്ടപ്പുറം സാറ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിനൊക്കെ എതിരെ അന്വേഷണമോ നടപടിയോ ഒക്കെ വരുമെന്ന് പ്രതീക്ഷയില്ല. ഗോവിന്ദമാഷ് പറഞ്ഞു അന്വേഷിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണിത്. പക്ഷേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുന്നതിൽ ഞങ്ങളാരും യോജിക്കുന്നവരല്ല. ഇവിടെ ശക്തമായൊരു പ്രതിപക്ഷം വേണം, അതുപോലെ തന്നെ ശക്തമായൊരു ഭരണപക്ഷവും വേണം. ഇത് രണ്ടും ഇല്ലാതെ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് രണ്ട് പാർട്ടിയിലെ നല്ല കാര്യങ്ങൾ നമ്മൾ എടുത്ത് കാണിക്കുന്നത്. രണ്ട് പാർട്ടി എന്ന് പറയുമ്പോൾ BJP മാറ്റി നിർത്തുകയല്ല. BJPയും നല്ല പാർട്ടി തന്നെയാണ്, കോൺഗ്രസും നല്ല പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റുകാർ നല്ല പാർട്ടിയാണ്. അപ്പോൾ ഇവർ എല്ലാം ഒരു ധ്രുവീകരണമില്ലാതെ തീർച്ചയായിട്ടും ഭരണ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ സാധിക്കട്ടെ. വിമർശനത്തെ പേടിച്ചിട്ടില്ല EMS, PKP പേടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പേടിക്കാതിരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ പേടിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഭാഗത്ത് അല്പമൊക്കെ തെറ്റുണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ട് മാറ്റി തിരുത്തിക്കൊണ്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജോൺസൺ കരൂർ.